ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാംസ്ട്രാക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം. ഞാൻ ശ്രീഹരി. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ചെപ്പാറ നേരെ വന്നത് നമ്മൾ ഡാമിലേക്കാണ് കേട്ടോ. ഇവിടെ അടുത്ത് 2 ഡാം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് പൂമല ഡാമും അതുപോലെ പത്താഴംകുണ്ട് ഡാമും. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് നമ്മളപ്പോൾ നേരെ വന്നിട്ടുള്ളത് പത്താഴക്കുണ്ട് ഡാം. പത്താഴക്കുണ്ട് ഡാമിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, അതുപോലെ ആൾക്കാരുടെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പൂമല ഡാമിൻ്റെ അത്ര തിരക്ക് പോലും നമുക്ക് ഇവിടെ ഫീൽ ഇല്ലന്നല്ല, ആരും ഇല്ല. ഞങ്ങളും ഇപ്പൊ പോയ ഒരു വണ്ടിയും ഇതാ വരുന്ന ഒരു വണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത്. ഇത് ഈ കാണുന്നത് കണ്ട, അതായത് വണ്ടി പോണ റോഡാട്ടോ അത്. അതായത് ഇത് പഞ്ചായത്തിന്റെ റോഡന്നെ തോന്നുന്നുണ്ടല്ലേ. അപ്പൊ ആ റോട്ടിലൂടെ വണ്ടികൾ പോണ ഒരു ഇതാണ്. ഡാമിന്റെ 2 സൈഡിലും അങ്ങനെ ഇതായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. പിന്നെ അവിടുന്ന് അതായത് ഇതിന്റെ ഇവിടെയും ഈ സൈഡും ഇതാണ് ഡാം, പത്താഴംകുണ്ട് ഡാം. അതായത് മൊത്തത്തിൽ വെള്ളം ഭയങ്കര കുറവാട്ടാ. കുറവ് എന്ന് പറഞ്ഞാൽ അല്ല, ശരിക്കും ഇതാ ഇവിടെ വരെയൊക്കെ കയറേണ്ടതാണ് വെള്ളം. പിന്നെ ഇനിയിപ്പോൾ മഴക്കാലവും കാര്യങ്ങളൊക്കെ നന്നായി വരണം. മഴ പെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വെള്ളം കിട്ടും. പിന്നെതാ ഇതുകൂടെയൊക്കെ വെള്ളം പോകേണ്ട ഒരു വഴിയാണ്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതാ താഴെ വരെയൊക്കെ ഇറങ്ങാൻ പറ്റും. അവിടേക്കൊക്കെ പോയി നോക്കാം. ആദ്യം നമുക്ക് ഡാമിൻ്റെ ഇവിടേക്ക് ഇറങ്ങാം. എവിടെ? അതെ, അപ്പോൾ അത് നോക്കി നോക്കാം. അതായത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ അളവുകളൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കി നോക്കാം. എന്നിട്ട് നിന്നോട് ചോദിക്കണില്ലേ. പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇറങ്ങണേനൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. വേണ്ട, ഇവിടെ സെക്യൂരിറ്റിയോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. ഇത് കണ്ട, ഇതൊക്കെയാണ് നമ്മുടെ ഇതാ. ഈ വെള്ളം വരുമ്പോൾ അളവില്ലേ, അളവുകളാട്ടോ അതൊക്കെ. 9 എവിടെ? അതിന് മേലേക്കുണ്ട്. 9.50 നിൽക്കുന്നുണ്ട്. അതായത് കണ്ടോ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി, വാഴാനി, പീച്ചി, പൂമല, അതുപോലെ ഇതേതാ ഏതാ പത്താഴക്കുണ്ട് ഡാം, അസുരകുണ്ട് എന്നിട്ട് ഡാമിനല്ലേ. അപ്പം എന്തോരം ഡാമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലല്ലേ. ഡാമുകളാണ് ഒന്ന് പൂമലയും പത്താഴക്കുണ്ടും. ആ 2-3 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഡാമിലേക്ക്. നമ്മുടെ ചെപ്പാറയിൽ അടുത്താണ്. ചെപ്പാറയിൽ 6 കിലോമീറ്റർ. ചെപ്പാറയിൽ 6 കിലോമീറ്റർ. ഇവിടുന്ന് എന്താ പൂമലയ്ക്ക് 3-4 കിലോമീറ്റർ. ഒറ്റടിക്ക് പോകാൻ പറ്റും. പിന്നെ ശരിക്കും ഇവിടെയും കുറെ സാധ്യതകളൊക്കെ ഉണ്ട്. മറ്റേ പൂമലയിലുള്ള പോലെ മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുന്ന ഇവിടേക്കും കുറെ ആൾക്കാരിനൊക്കെ കൊണ്ടുവരാവുന്നതുള്ളൂ. അവിടെയൊക്കെ എന്താ മീൻ പിടിക്കേണ്ടി വന്നിട്ടാണ്ടാ. അവിടെയൊക്കെ കുറെ പേരെ കാണാണ്ട് അതെട്ടത്ത്. ഇത് ക്യാമറയിലൊന്നും കാണാനില്ല. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഒന്നും കുപ്പികളും ഇതൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന സൈലന്റ്, വെറുതെ ഒരു ശല്യമൊന്നും ഇല്ലാതെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കിതിൻ്റെ മറുവശല്ലേ അവിടേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ വരണ അവിടെ കേട്ടോ. അല്ലടാ, ഷട്ടർ അവിടെയല്ലേ വരണേ. വലിയ ഡാം. പക്ഷെ ഇതും പൂമല ഡാമൊന്നും അത്ര വലിയ ഡാമല്ലല്ലോ.
വേണ്ട, ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അയ്യോ, നമ്മുടെ വണ്ടി എവിടെയാട്ടോ വെച്ചിട്ടുള്ളത്? അവിടുന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് നടന്നു വന്നു. വെള്ളം വണ്ടി വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ആ, കാറൊക്കെ ആയിട്ട് വന്നാൽ പെടുട്ടാ. ചെറിയ ചെറിയ റോഡാ, മാത്രമല്ല മെയിൻ വണ്ടി പോണ വഴി ആയതുകൊണ്ട് അവിടെ ഈ സൈഡിൽ വെക്കാൻ പറ്റില്ല. ആ, കാരണം ഇത് കൂടെ ഫുൾ ടൈം വണ്ടി പോണ വഴിയാ. അത് മറ്റേ ആ ചെളി വെള്ളത്തിൻ്റെ അല്ല, ഇതാ കൂടെ വരണതാ. അല്ല, ചിലപ്പോൾ ഇവിടെ അടച്ചിട്ട് ഇത് കൂടെ നമുക്ക് അത് കൂടെ ഗ്യാപ്പിട്ടുണ്ടോ, ചിലപ്പോൾ പൊട്ടി പോണതോ. ശരിക്കും ഇത് കൂടെയൊക്കെ ആൾക്കാർക്ക് കയറി നടക്കാൻ പറ്റിയിരുന്ന സ്ഥലമായിരുന്നു തോന്നുന്നുണ്ട്. ഫുള്ള് വേണ്ട സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അല്ലടാ, പക്ഷെ ഇവിടെ ഒക്കെ കണ്ട കാടൊക്കെ ആകെ പിടിച്ചിട്ടേ. ശരിക്ക് നമുക്ക് ആ തെറ്റം വരെ പോകാൻ പറ്റും നോക്കിയിട്ട്. ചെളി, വെള്ളത്തിൻ്റെ ചെളി നമ്മുടെ ഡാമിന്ന് വരുന്ന വെള്ളാട്ടാ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ചെന്നിട്ട് എവിടേക്കാ പോണേന്ന് ഒരു പിടുത്തല്ല. കൂടെ ഒക്കെ വെള്ളം പോണ്ടിട്ടാ. നമ്മളിപ്പോൾ പോണത് ഫോട്ടോയിൽ ഇവിടെ ഒരു സ്ഥലം കണ്ടു. അത് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ആ, ഇവിടെ വഴിയുണ്ടാ. ആ, ഇതാണ് ശ്രീഹരി പറഞ്ഞ സ്ഥലം. പക്ഷെ എന്നാൽ ഇവിടെ വെള്ളമില്ല. ഇപ്പോൾ വേണ്ട, മഴക്കാലത്തൊക്കെ വന്നാൽ ഇവിടെ സൂപ്പറായിരിക്കും. വേണ്ട, ഇത് കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇതിൻ്റെ വെള്ളം ഒഴുകി വരുന്നൊരു ഇമേജ് പറ്റിയെങ്കിൽ ഞാൻ ഈ സൈഡിലായിട്ട് കൊടുക്കട്ടെ. അവിടുന്ന് നടന്നു വരുമ്പോൾ ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കണതുകൊണ്ടേ നമുക്കിത് ഈ വഴി കാണാൻ പറ്റില്ല കേട്ടാ. കണ്ട കണ്ട, ഇവിടെ ഗ്യാപ്പുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതാ ഇതേനെ കണ്ട, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് കൂടെ ഇങ്ങോട്ട് കിടക്കാൻ നമുക്ക്. അതേപോലെ ഇത് ഇവിടേക്കൊക്കെ ഓരോ പറമ്പും കാര്യങ്ങളൊക്കെ കേട്ടാ. ഇവിടെ എന്തോ വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ട്, അത് നോക്കി നോക്കാം. ഓ, അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അതാ അത്രയും മോളിന്ന്. നീ എന്താ ശ്രീരിങ്ങനെ? അപ്പോൾ നമ്മളിനി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വരിക, നല്ല സ്ഥലമാണ്. നല്ല സ്ഥലം പൊതുവെ എല്ലായിടത്തും പറയണ പോലെ തന്നെ വൃത്തികേടാക്കാൻ നോക്കുക ഏത് പോണ സ്ഥലങ്ങളിൽ. കാരണം ഇവിടെ ഇപ്പൊ വലിയ ഇതൊന്നും ഇല്ല അല്ലേ, അലമ്പൊന്നുമില്ല, വരാത്തോണ്ടാന്ന് തോന്നി. അലമ്പൊന്നുമില്ല, ഇതില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് സൂക്ഷിച്ച് ഇറങ്ങുക. ഇവിടെ ഇറങ്ങാനായിട്ട് ഇവിടെ മുന്നുള്ള വാച്ചർമാരോ പോലെ ഗാർഡുകളൊന്നും, വാച്ചർമാരോ അങ്ങനെ മറ്റു ആൾക്കാരൊന്നും ഇല്ല. പ്രത്യേകിച്ച് എന്താ കടയോ ഒന്നും വെച്ചിട്ടില്ല. ഇറങ്ങാനുള്ള പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അല്ലാതെ ഒന്നും ഇല്ല. എഴുതി വെച്ചിട്ട് പോലില്ല അവിടെ. വരും വരിക. അപ്പോൾ പുതിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ ബൈ.